നമസ്കാരം, എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോളേട്ടൻ്റെ വീട് എന്ന തിയേറ്ററുകൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. ചിത്രത്തിൻ്റെ സംവിധായകനായ ദിലീപ് നാരായണനും ശ്രീ ജിജു വർഗീസ് എന്ന പുതുമുഖ നടനും ഒപ്പം സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. ദിലീപ് നാരായണൻ എന്ന നവാഗത സംവിധായകൻ, താങ്കളുടെ കഥയിൽ ഇങ്ങനെ ഒരു ചിത്രം ഇറങ്ങിയിരിക്കുന്നു. ടൈറ്റിൽ തന്നെ ഒരു ഗൃഹനാഥനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് പോളേട്ടൻ്റെ വീട്. ഇതിനു മുമ്പ് നമ്മൾ അച്ചുവേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ നെടുമുടി വേണു ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്ത ചിത്രങ്ങളൊക്കെ കണ്ട് കണ്ണീരിലലിഞ്ഞു പ്രേക്ഷകർ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ന്യൂജൻ കാലയളവിൽ ഇത്തരമൊരു ഗൃഹനാഥനെ ബേസ് ചെയ്തുള്ള കഥകൾ വിരളമായി വരുന്ന അവസരത്തിലാണ് പോളേട്ടൻ്റെ വീട് തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചിത്രം പ്രേക്ഷകർക്ക് സമർപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയാമോ? ആദ്യ ചിത്രം തന്നെ ഇത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ പടം ഇപ്പോൾ നന്നായിട്ട് ഓടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പഴയ ഒരു സിനിമയുടെ ഒരു രീതി, ഒരു 10 കൊല്ലം ആ ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. സിനിമയുടെ ഒരു മോഹം മനസ്സിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് വളരെ ഇഷ്ടം. ഇങ്ങനെ ഒരു കുടുംബ ചിത്രങ്ങൾ, ഒരു നന്മയുള്ള സിനിമ അത് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിന് മുമ്പിൽ ഇപ്പോഴത്തെ യുവാക്കളുടെ പടങ്ങൾ അങ്ങനെ പല ബലങ്ങളും നിൽക്കുമ്പോൾ ഞാൻ ഈ പടം ചെയ്യാൻ, നമുക്ക് നന്മയുള്ള പടം ചെയ്യാൻ എന്തായാലും പഴയ ആൾക്കാരായാലും അതിൽ വരും എന്നൊരു ഉറപ്പിച്ചിട്ടാണ് ഈ സിനിമ ഞാൻ എഴുത്തും ഇതിനെ വർക്കും തുടങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഈ കഥ കേട്ടിട്ട് പ്രൊഡ്യൂസർമാർ വരണം. പ്രൊഡ്യൂസർമാർ ഇപ്പോഴത്തെ യുവാക്കളാണ് പടങ്ങൾ കൊണ്ടുപോകണമെന്നൊരു സംഭവങ്ങളുണ്ട്. പക്ഷേ എന്നാലും ആ കഥ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു നന്മയുടെ ഒരു വെളിച്ചമുണ്ട്, നമുക്ക് യുവാക്കൾക്കും അത് കാണിച്ചു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു നന്മയുള്ളൊരു സിനിമയാണ് ഈ പോളേട്ടൻ്റെ വീട്. അതിപ്പോൾ തിയേറ്ററുകളിൽ ഫസ്റ്റ് അവിടെ ഈ ഫാമിലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇപ്പോൾ യുവാക്കൾ കയറിക്കൊണ്ടിരിക്കുന്നു ഈ പടത്തിലേക്ക്. എന്താ വെച്ചാൽ അച്ഛനമ്മയുടെ ഒരു നല്ലൊരു ബന്ധം, പിന്നെ വളർച്ച, പിന്നെ മറ്റുള്ളവരെങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അതവിടെ ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കണ്ടിട്ട് പല ഇപ്പോൾ 3-ാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് എല്ലാവരും അറിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് യുവാക്കൾ. അവിടെ നല്ല റിസൾട്ടിനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ടൈറ്റ് പൈസയുടെയും അങ്ങനെ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നമ്മുടെ പടം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പടം ഇങ്ങനെ ഇത്രയും ഓട്ടം ഓടുമ്പോൾ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു ഞാൻ. ഈ പോളേട്ടൻ്റെ വീടെന്ന ടൈറ്റിൽ തന്നെ സായ്കുമാർ എന്ന അല്ലേ പ്രധാന നടനെ വെച്ച് ചെയ്തിരിക്കുക. സായ്കുമാർ എന്ന നടൻ്റെ നമ്മൾ പല അഭിനയത്തിൻ്റെ പല തീക്ഷ്ണ ഭാവങ്ങൾ മലയാളികൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചതാണ്, പല മുഹൂർത്തങ്ങളൊക്കെ. ആ ഇങ്ങനെ ഒരു ടൈറ്റിൽ വാല്യൂ, ഒരു കേന്ദ്ര കഥാപാത്രം അദ്ദേഹത്തെ വെച്ച് ഏൽപ്പിക്കാനുണ്ടായ, അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണോ എൻ്റെ രചന ചെയ്തത്? ശരിക്ക് ഞാൻ ഒത്തിരി ഓടി നടന്നു. നമുക്ക് പോളേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രങ്ങളായിട്ട്. അപ്പോൾ അതിൽ കുറേ പഴയ ആൾക്കാരുണ്ടായിരുന്നു, അവരോട് മരിച്ചു പോയി. അപ്പോൾ ആ രീതിയിൽ പിന്നത്തെ ഇതിൽ നമുക്ക് നോക്കുന്നത് സായ്കുമാർ ചേട്ടൻ തന്നെ നമ്മുടെ മനസ്സിൽ വന്നത്. പിന്നെ പുള്ളിയുടെ ആ തടിയും അമ്മോക്കം, ഒരു പോള്, ഒരു ക്രിസ്ത്യൻ കഥാപാത്രം, ഗംഭീരം ആ കഥയിലുണ്ട്. അങ്ങനെ ദിവസം നമ്മൾ ഇത്തിരി സ്ട്രോങ്ങാണ്, എന്നാലും ആള് സോഫ്റ്റാണ്, അതറിയില്ല. പക്ഷെ നമ്മളെ സ്ട്രോങ് കൂടെ പോയിട്ടാണ് ആളുടെ കഥാപാത്രം ഫുള്ളി അങ്ങനത്തെ ഒരാൾ വേണമെന്ന് നോക്കിയപ്പോൾ ഞാൻ ഒത്തിരി നോക്കിയപ്പോൾ സായ്കുമാർ ചേട്ടൻ. ഇനി ഈ അഭിനയത്തിൻ്റെ ഇടയിൽ ശരിക്കും നന്നായി ജനങ്ങൾക്ക് പുള്ളിയുടെ പടത്തിൽ ചെയ്തേലിട്ടും അത്രയും നന്നായിട്ടുണ്ട്. ഈ കുടുംബ ചിത്രത്തിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത്രയും ഭംഗിയായിട്ട് സായ്കുമാർ ചേട്ടൻ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട് പോളേട്ടനായിട്ട്. അതാണ്. ജിജു വർഗീസ് എന്ന നടൻ നവാഗതൻ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇതിനു മുമ്പ് ഗൃഹനാഥൻ പോലുള്ള ചിത്രങ്ങൾ ചെയ്തിരുന്നു. പോളേട്ടൻ്റെ വീട് ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്യുന്നു അല്ലേ? എന്താണ് ഈ ഒരു കഥാപാത്രം പറയുന്നത്? കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ഗിരി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതിലൊരു വില്ലനായിട്ടാണ് വരുന്നത്. അപ്പോൾ പോളേട്ടന് എതിരായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സായ്കുമാറുമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന സായിഡിനുമായിട്ട് അതിനെതിർ ഓപ്പോസിറ്റായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ ആദ്യ ചിത്രം എന്ന നിലയിൽ ഒരു മികവുറ്റ ഒരു അഭിനേതാവിൻ്റെ നേർക്കുനേർ ഉള്ള നിന്നുള്ള ആ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ എങ്ങനെ ഓർത്തെടുക്കും? അതിൽ എനിക്ക്
അത് അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷം തന്നെയാണ്. ഒപ്പം ടോണിച്ചേട്ടൻ, കലാശാല ബാബുച്ചേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല അവരുടെ ഇത് തെളിയിച്ചവരാണ്. അവരൊപ്പം നിന്ന് അഭിനയിക്കാൻ ഈ ആദ്യമായിട്ടൊരു സിനിമയിൽ ഇങ്ങനെ അവസരം കിട്ടിയത് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. അവരോടൊപ്പം ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഓക്കെ, ഈ ഒരു ചിത്രം ഇറങ്ങിയിരിക്കുന്ന ക്രിസ്മസിൻ്റെ ഒരു എന്താ പറയുക, ഒരു നവോത്സവം, ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളുടെ ഇടയിലാണ്. ഈ റിലീസിങ് സമയത്ത് തന്നെ 3-4 ചിത്രങ്ങൾ, യുവതാര ചിത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ജനം ഈ പോഴേൻ്റെ വീടിനെ സ്വീകരിക്കുക? മറ്റുള്ള ചിത്രങ്ങൾ മറുപടി അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ അപ്പിത്തുരുത്ത് മറ്റുള്ള ചിത്രങ്ങൾ ഇറങ്ങിയ വാരം തന്നെയായിരുന്നു ഇത് പ്രദർശനത്തിലെത്തിയത്. ഞങ്ങൾക്ക് അത് വളരെ 5 പടങ്ങളാണ് ഇറങ്ങിയത്. 5 പടങ്ങൾ. അതിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു ഇതുണ്ടെന്ന്, നമുക്ക് തിയേറ്ററുകളും ഇതെവിടെ, പക്ഷേ വളരെ ഭംഗിയായിട്ട് നമുക്കൊരു 57-60 തിയേറ്ററിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ശരിക്ക് അത് ദൈവത്തിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ വിചാരിച്ച് പടം ഇറക്കാം, ക്രിസ്മസിന് മുമ്പ് ഇറക്കാം. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനത്തിന് നമ്മൾ ഈ 5 പടത്തിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയൊരു പടം നമ്മളിട്ട്, ചെറിയ പടം എന്ന് പറയാൻ പറ്റില്ല, അത് വലിയ പടമാണ്. അതിപ്പോൾ അത് ആ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് ആ പടത്തിന് ഓരോരുത്തർ കയറി അതിൻ്റെ സിനിമ കണ്ട ആൾക്കാർക്ക് ശരിക്കും തിയേറ്ററിൽ നിന്ന് തന്നെ അത്രയും നെഗറ്റീവ്, നല്ല പോസിറ്റീവായ ഒരു സംഭവം. വിഷമമായാലും കോമഡി ഉണ്ട്, യൂത്ത് ഉണ്ട്, കുറച്ച് ഞാൻ യൂത്ത് അതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് യൂത്ത് അതിൽ കയറ്റി, പിന്നെ നല്ല കുടുംബ ചിത്രം, അമ്മയും മോൻ്റെ നല്ല സ്റ്റോറി അത് കണ്ടുവരുമ്പോൾ തിയേറ്ററിൽ നിന്ന് എല്ലാം ചോദിക്കുമ്പോൾ അവർക്ക് ചെറിയ കണ്ണവിടെ നനയുണ്ട്. ചില ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് അവിടെ, കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെ നല്ലൊരു രീതിയിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാഴ്ചകൾ കാണാൻ പറ്റി. ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് പടങ്ങളെന്ന്. അവർക്ക് വിങ്ങിപ്പൊട്ടിയിരുന്ന ചിലർ വരുന്നത് എന്താ വെച്ചാൽ അത്രയും സെൻറ്റിമെൻ്റായ കുടുംബം, നന്മകൾ, ശരിക്കും അമ്മയും മോനും ഇപ്പോൾ അവളെ ഉള്ളു വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതിന് ഞങ്ങളുടെ ശരിക്കും അപ്പം ഫസ്റ്റ് ടൈം ഞങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇമോഷണലായി എന്ന് നമ്മൾ പോലും സത്യം അങ്ങനെ നമുക്കത് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് ഈ പടത്തിന് എനിക്ക് വേറൊരു ലെവലിട്ട് പറ്റും, പറയാൻ പറ്റില്ല. നമുക്ക് അത്രയും ഫീലിംഗ്, നല്ലൊരു കുടുംബചിത്രമായിരുന്നു. ഒരു സംവിധായകൻ്റെ വാക്കുകളിൽ തന്നെ ഗദ്ഗതമുണ്ട്. അത്രയും എനിക്ക് തോന്നുന്നു ഇമോഷൻ. ഒരു ക്രിസ്മസ് രാവുകൾക്ക് ആഘോഷം പകരുന്നൊരു ചിത്രമായിട്ട് ഒരു കുടുംബ സദസ്സിൽ കണ്ടിരിക്കാൻ പറ്റി. അതാണ് ക്രിസ്മസ് നാളിൽ തിയേറ്ററിൽ വന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വലിയ ഇപ്പം നമ്മളേറ്റവും നമ്മൾ ആദ്യമായിട്ട് വന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ VM വിൻ സാറ്, അങ്ങനെ പല മറുപടി, അങ്ങനെ വലിയ ആൾക്കാരുകൾ പടങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പടം ഇടുമ്പോൾ കുറച്ചുണ്ട്. പക്ഷേ ആദ്യത്തെ ഷോ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ മനസ്സും ഇവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും. എല്ലാവരും ഒന്നും പേടിക്കേണ്ട. പിന്നെ അവിടുന്ന് ജനങ്ങളുടെ എല്ലാ തിയേറ്ററിൽ നിന്നും അതിൻ്റെ ആൾക്കാർ വിളിച്ചു വന്നു, പടം നന്നായിട്ടുണ്ട്. അതവിടെ കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പടം ദൈവത്തിൻ്റെ ഇതുകൊണ്ട് പടം ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പടങ്ങളുടെ ഇടയിൽ ഇപ്പം മറ്റുള്ള പടങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ പടം നിൽക്കുന്നത് പിന്നെ സമരമായി, അത് നമുക്ക് എല്ലാ സെഷനിലും നമ്മൾ പടം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കുടുംബകഥ പറഞ്ഞപ്പോൾ വികാര തീവ്രമായ ഒട്ടനവധി രംഗങ്ങളുണ്ടെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞു. അപ്പോഴതിൽ ആർട്ടിസ്റ്റായിട്ട് സായികുമാറിൻ്റെ കൂടെ KPSC എഴുതി ചേച്ചി, സുധീർ കരമന, അങ്ങനെ തുടങ്ങിയ ആർട്ടിസ്റ്റുകളെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏതൊരാൾക്ക് ഏത് റീച്ച് വരെ പോകാം, ഏത് മീറ്റർ ഉണ്ടാവും, എത്രത്തോളം ഉണ്ടാവും, ആ ടൈമിങ്ങും എല്ലാം പ്രേക്ഷകർക്ക് കണ്ടെത്തുവാനാവും. അപ്പോൾ ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ അത്തരം രംഗങ്ങൾ എഴുതി വെച്ചതിലുപരിയായിട്ട് സ്ക്രീനിങ് ചെയ്തപ്പോൾ, വെള്ളിത്തിരയിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരു ആത്മസംതൃപ്തി, ഒരു വികാരം അടക്കുവാൻ സംസാരത്തിൽ പറ്റുന്നില്ല. അപ്പോഴത് ചെയ്തപ്പോൾ ഉണ്ടായൊരു അത് വളരെ നമ്മളവിടെ ഷൂട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ നായിക മാനസ എന്ന കുട്ടിയെ ആദ്യമായിട്ട് ചെയ്യണം. ആ കുട്ടിയോട് ആദ്യമായിട്ട് സായികുമാറിനോട് എതിർക്കുന്ന സീനുണ്ട് അപ്പനെ. അപ്പോൾ അതവിടെ പറയുമ്പോൾ തന്നെ ആ കുട്ടി അത്രയും കരഞ്ഞ് പറയുമ്പോൾ തന്നെ നമ്മളെ പുറമെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ടച്ചിങ്. കണ്ണിൽ നിന്ന് ഞാൻ ഷോട്ട് എടുത്ത് വരുമ്പോഴേക്കും ചില ആൾക്കാരെ ഷൂട്ടിങ്ങിൻ്റെ അമ്മമാരെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സീനുകളുണ്ട്. അപ്പം നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലൊക്കേഷനിൽ വെച്ചിട്ട് അത്രയും അവിടെ വെച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ട് പോയി വന്ന പടം. സായികുമാർ ചേട്ടൻ ശരിക്കും കിടിയും അത്രയും ആ കുട്ടി പുതിയൊരു കുട്ടീനെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് ആ കുട്ടി തന്നെയല്ല, സിനിമയിലത്തെ ഓരോ കഥാപാത്രങ്ങൾ ശരിക്കും പഠിപ്പിച്ച് അത് ഇന്ന പോലെ നമുക്ക് കിട്ടണം.
ആ കിട്ടിയാലും ഈ പടത്തിനെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവരെല്ലാവരും സീമാജി നായർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അമ്മയായിട്ടാണ്, പോളിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്, സായികുമാറിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ 2 മക്കൾ. അപ്പോൾ പിന്നെ നന്ദന, ഗപ്പിയിലെ അവിടെ ഇരുന്ന കുട്ടി നന്ദന, അത് താഴെയുള്ള മോള്, പിന്നെ നായിക, 2 മക്കളാണ് അവർ. അപ്പോൾ അവർ ആ കുടുംബം, പിന്നെ KPC എഴുതുക, ആ 5 പേരും വളരെ ഭംഗിയായിട്ട് ആ കുടുംബം സിനിമ നന്നായി അഭിനയിച്ചു. അതിൻ്റെ പുറമെ അതിലുണ്ടാവുന്ന നമ്മുടെ നിയാസ് ബക്കർ ഡ്രൈവറായിട്ട് വളരെ ഭംഗിയായിട്ട് പുള്ളി അവിടെ ഇതിൽ നന്നായി ഫീൽ ചെയ്തിട്ട് അത്രയും സെൻറ്റിമെൻ്റ് ഒരു സീനുണ്ട് പുള്ളിയുടെ. പുള്ളി ഞങ്ങൾ ഇത്ര ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇതന്നെ കോമഡി കഥാപാത്രമുണ്ട് നിയാസ്. ആ സോങ്ങിൽ കാണാം നമുക്ക്. നമ്മുടെ സോങ് ഉണ്ട് അതിൽ, പോളാറിൻ്റെ സോങ്ങിൽ. അതേപോലെ തന്നെ നമ്മുടെ മുൻഷി ചേട്ടൻ, അത് ഏറ്റവും എനിക്ക് പറയാനുള്ള മുൻഷി വേണു. പുള്ളി വളരെ ഭംഗിയായിട്ടും വിലക്കാരനായിട്ട് ഈ പോളാറിൻ്റെ വീട്ടിൽ. പിന്നെ അതേപോലെ തന്നെ കുളപ്പുള്ളിയിലെ ചേച്ചി, അവർ 2 ഭാര്യയും ഭർത്താവാണ്, പോളാറിൻ്റെ വീട്ടിൽ പണിക്ക് വരുന്നത്. പക്ഷെ അവരും ഇതേപോലെ പോളിന് എന്തെങ്കിലും പറ്റിയ അല്ലെങ്കിൽ കുടുംബത്തിന് പറ്റിയപ്പോൾ വളരെ വീടിൻ്റെ നെടുന്നുണ്ടായ പോളാറിനൊരു സംഭവം പറ്റി, വണ്ടി അടിച്ചിട്ട്. അപ്പോൾ അതവിടെ വളരെ പ്രയാസം പറ്റും. പിന്നെ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ നല്ല ഫീലിങ് കാര്യങ്ങളായിട്ട് ഒരു ശരിക്കും ഒത്തുപിടിച്ചെന്ന് പറയാം അവർ. പിന്നെ അമൽ നായകനായിട്ട്, ഉണ്ണിത്താൻ്റെ അവൻ നായകനായിട്ട് ചെയ്യുന്നത്. അവൻ്റെ ഭാഗം കോളേജിൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവൻ്റെ കൂടെ നിൽക്കുന്ന അബി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചുറ്റുവട്ടുള്ള ആൾക്കാരും ക്യാമ്പസിൻ്റെ ഭാഗങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഇതിനൊരു പ്രണയം കയറി പോകുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബചിത്രമാണ്. എന്നാലും നമ്മുടെ ഫ്രണ്ട്സുകളും യൂത്ത് ആൾക്കാർ വരുമ്പോൾ ചെറിയൊരു കോളേജും കൂടി അതിലിട്ട് കൊടുത്തു. ഞാനൊരു സ്ഥലത്ത് ലൈവായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ചേർട്ടി അനാഥ അവരുടെ സ്ഥലം. അത് ബാലേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ നടപ്പ്. പുള്ളി ഒരു 10 ഏക്കർ സ്ഥലം ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തേക്കാം. ഞാൻ അവിടെ കണ്ടപ്പോൾ 100-150 പേരിനെ അവിടെ അനാഥ അച്ഛനമ്മമാർ, മക്കളവിടെ അമേരിക്ക, അങ്ങനെ വലിയ വലിയ ആൾക്കാരുകളാണ് മക്കൾ. പക്ഷേ ഇവരെ നോക്കുന്ന ഒരാളാണ് ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അത് ഈ ചാലിശ്ശേരി ഭാഗമാണ്, പട്ടാമ്പി, പിന്നെ ആ ഭാഗത്താണ് ഈ പുള്ളി. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ലൈവായിട്ട് ബാലേട്ടനെ സമ്മതിച്ചു. അതാണ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതിൽ. അതവിടെ ശരിക്കും ഞാൻ പറഞ്ഞില്ല, അവസാനം ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിലേക്ക് വളരെ അവിടുത്തെ എല്ലാവർക്കും ഒരുപാട് നമുക്ക് നന്ദി. ഞാൻ ഇപ്പോൾ ഈ മുസ്ലിം ബാലേട്ടൻ്റെ അടുത്ത് നന്ദി പറയുന്നു. അതേസമയം അത്രയും ഒരു സ്ഥലത്ത് ലൈവായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അത്രയും 10-100 പേരുണ്ട്. അച്ചാച്ചന്മാരും അമ്മമാരും നല്ലൊരു കുറച്ച് കുട്ടികളവിടെ ഉണ്ട്. അവരെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ല. ശരിയാ, ഒറിജിനാലിറ്റി എനിക്ക് ഈ പടത്തിൽ കിട്ടി. അത് എൻ്റെ പടത്തിൽ വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് പോയിൻ്റാന്ന്, ഞാൻ അവരെ കാണാൻ പോയിൻ്റാന്ന്. അപ്പോൾ അതിലൊരു 2-3 പേര് മരിച്ച്, അവർക്ക് 100 വയസ്സ് 50 വയസ്സുള്ള ആൾക്കാർ. പക്ഷെ അവിടെ സായികുമാർ ചേട്ടൻ അവിടെ വളരെ സങ്കടവും കാര്യങ്ങളും ആയിരുന്നു. അപ്പം അത്രയും പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത്രയും എന്നാലും ഈ സിനിമ എങ്ങനെ നന്മ നമുക്ക് എങ്ങനെ യൂത്തും നമ്മുടെ ഈ രാജ്യത്തിന് എങ്ങനെ ചെറിയ രീതിയിലും നന്മ ഞാൻ ഈ പടത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ല, ജിജു വർഗീസ് നടനെ സംബന്ധിച്ച് ഈ ഒരു സംവിധായകൻ ഇത്ര വികാര തീവ്രമായി ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു ക്യാരക്ടർ തങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരു ഗ്രൂപ്പാണ്. അപ്പം ഒരു നവാഗതനെ സംബന്ധിച്ചോളം സംവിധായകൻ എത്രമാത്രം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു, എങ്ങനെ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി? അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫ്രണ്ട്ലി ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വളരെ പ്രയാസമൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറോ ആർട്ടിസ്റ്റ് എന്നുള്ള അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ആള് എൻ്റെ സുഹൃത്താണ്, ഒത്തിരി വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. നന്നായിട്ട് ചെയ്യാൻ പറ്റി, വലിയ പ്രയാസമൊന്നും കൂടാതെ. ക്യാമറ ഫീൽ അങ്ങനെയൊന്നും വലിയ പ്രശ്നം വന്നില്ല. സംഘടനാ രംഗങ്ങളുണ്ടായിരുന്നു? സംഘടന ഉണ്ടായിരുന്നു.
നായികനെ ഞങ്ങൾ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. തരിവില്ലായി ആ നായികനെ പൊക്കിക്കൊണ്ടുപോകും, അങ്ങനെ ഒരു സീൻ ഉണ്ടാവും. കൂടുതലും ഒരു അഭിനേതാവ് എന്ന രീതിയിൽ എങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ വില്ലത്തരം വഷളത്തരമുള്ള കഥാപാത്രമാണോ അതോ ഒരു നല്ല ഒരു ക്യാരക്ടർ വേഷമാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അല്ല, ഏത് വേഷം വന്നാലും ചെയ്യണം എന്നാണ് ആഗ്രഹം. നല്ല വേഷങ്ങളും ചെയ്യണം, അതോടൊപ്പം തന്നെ കൂടുതൽ വന്നാൽ നല്ല വേഷം കിട്ടി അത് ചെയ്യണമെന്നാണ് ആഗ്രഹം. അല്ലേ? ഈ ചിത്രത്തിന് ക്യാമറ എന്ന് വെച്ചാൽ രതീഷ് രാമൻ. പുള്ളിയുടെ വീട് പൊന്നാനിയെന്ന്, എടപ്പാള് പൊന്നാനിയാണ് പുള്ളിയുടെ വീട്. പുള്ളി നല്ല 3-4 പടങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഇത് കാണാൻ പറ്റില്ല, തമിഴിൽ ചെന്നൈയിലാണ് പുള്ളി നമ്മുടെ കൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 മണിക്ക് ഞങ്ങൾ അവിടെ എത്തും. ലൊക്കേഷൻ ശരിക്കും കുന്നംകുളം, പഴനി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പട്ടാമ്പി, ആ ഏരിയ നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 6 മണിക്ക് ഞങ്ങൾ രണ്ടാളും എത്തും. എന്നാലും അവിടെ എല്ലാവരും എത്തും. പക്ഷെ നല്ല ഫാസ്റ്റ് വർക്കും നല്ല രസമായുള്ള വർക്കായിരുന്നു. ഒരുമിച്ചൊരു ജോലിയായിട്ട് നമ്മൾ ചെയ്തോണം, അല്ലാണ്ട് ദേഷ്യം പിടിച്ചിട്ടോ അങ്ങനെ. പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ദേഷ്യം പിടിക്കും. ജിജുവിന് തന്നെ കുറച്ച് കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് കിട്ടിയിട്ട്. അവിടെ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കാൻ പറ്റില്ല. അവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് അത് പറഞ്ഞ അത് അവർക്ക് വേണ്ടിയിട്ട് നന്നാകാൻ പറഞ്ഞു, അത് മനസ്സിലായിട്ട് കുറച്ച് ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായി. പിന്നെ തിയേറ്ററിൽ മോണിറ്റർ വന്നപ്പോൾ ഇത് പറഞ്ഞത് ശരിയാണ്. ചില ഷോട്ടുകൾ നമ്മുടെ ആംഗിളിൽ നിന്ന് വെച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ്. അതേപോലെ പുള്ളി അത് പൂർണ്ണമായി നടനാക്കി, ശബ്ദം കൂടെ നൽകി. അതന്നെ പുള്ളി അങ്ങനെ ചെയ്തു. പിന്നെ വീടിന്റെ ഗാനങ്ങളെ കുറിച്ച് ഗാനങ്ങൾ നമ്മുടെ മോഹൻ സിത്താര മകൻ വിഷ്ണു മോഹനാണ് അതിന്റെ മ്യൂസിക് പാടിയേക്കണതും. അവൻ പാടിയുണ്ട്, പിന്നെ ഫ്രാങ്കോ പാടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുള്ളി തന്നെ ചിന്ന ലിറിക്സ് വിഷ്ണു തന്നെ ചെയ്തേക്കണം. അതിൽ 3 സോങ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കുട്ടികൾ എന്നിട്ട് ഫ്രയ എന്നിട്ട് ചെറിയൊരു പോർഷൻ അതിൽ പാടിയുണ്ട്, ചെറിയൊരു ബിറ്റ്. ഇവർ രണ്ടാളാണ് കൈകാര്യം ചെയ്യുന്നത്. ഫ്രാങ്കും ഈ വിഷ്ണുവും ഈ പാട്ടുകൾ ചെയ്തത് വളരെ ഭംഗിയായിട്ട് പാട്ടുകൾ ഇപ്പോൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു അടിപൊളി പാട്ടും പിന്നെ ഒരു പ്രണയത്തിൻ്റെ ഒരു പാട്ടും. ആ പാട്ട് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ അല്ല കേട്ടോ, അത് ഷൂട്ട് ചെയ്തത് കർണാടകയിലാണ്. അതെന്ന് വെച്ചാൽ കർണാടക ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ടില്ല ഒരു പടം. നമ്മൾ തന്നെ അവിടെ പോയിക്കുന്നത്. കർണാടക ഉടുപ്പിന്ന് മാൽപ്പ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം. അത് ഞങ്ങൾ ഈ കടലിൽ അവിടെ നിന്ന് 25 കിലോമീറ്റർ കടലിൽ കൂടെ പോയിട്ടാണ് ഈ ദ്വീപ്. അവിടെ ദ്വീപിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഈ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഹിന്ദി പടം, തെലുങ്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, മലയാളം ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ നമുക്ക് ആളുണ്ടായിരുന്നു, ഭാഷകളും സംസാരിച്ച് ഞങ്ങളൊരു ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ പാട്ടിൽ കാണാം. അവിടെ ശരിക്കും മണലല്ല, ഈ മുത്തുച്ചിപ്പികളാ. അതാണ് ഏറ്റവും വലിയൊരു, അത് ആ പാട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ചിപ്പികൾ ഇങ്ങനെ പറക്കണം. അത് ഇവിടെ നിന്ന് പോയ ആൾക്കാരെ കുറേ കൊണ്ടു, നല്ല നല്ല വൈരക്കല്ല് പോലത്തെ നടുക്കടലിലാണ് ഈ ശരിക്ക് ഈ ദ്വീപും. 10-15 ഏക്കറിന് നല്ല ലൊക്കേഷനായിരുന്നു അത്. അങ്ങനെ ഒരു ജോലിയായിട്ട് എല്ലാവരും 2-3 ദിവസം ഈ സെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബചിത്രം വിട്ടിട്ട് ഒരു എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പോയി എല്ലാവരും. ലൊക്കേഷൻ ഇത്തിരി ലോങ് ആയിട്ടുള്ളത് അതായിരുന്നു. ഇനി ഏതായാലും പോളേട്ടൻ്റെ വീടെന്ന ചിത്രം ക്രിസ്മസ് നാളുകളും തിയേറ്ററിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സാറ് വളരെ ഹാപ്പിയാണ്, സുകുമാർ വി മാധവനാണ്. പുള്ളിനെ നമുക്ക് ശരിക്ക് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ പുള്ളി ഇഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി എനിക്ക് പടം ചെയ്യാമെന്നും പറഞ്ഞതും. ആളെടുത്ത് ഒരുപാട് നമുക്ക് കടപ്പാടുണ്ട്. തീർച്ചയായും ഒരു നിർമ്മാതാവില്ലെങ്കിൽ ഒരു കലയും പൂർത്തിയാകില്ല. അപ്പോൾ ആളും കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. അപ്പോൾ അത് പുള്ളി നമ്മളവിടെ ശരിക്ക് നല്ലൊരു ചിത്രം ചെയ്തു എന്ന സംതൃപ്തി. അതന്നെ. നമ്മളവിടെ തൃശ്ശൂർ നല്ല ഒരു തൃശ്ശൂർ അങ്ങോട്ട് നടക്കും, പട്ടാമ്പി ഒരു നാട്ടിൻപുറത്ത് വന്ന ഒരാളും നമ്മളവിടെ. അപ്പം നമുക്ക് അങ്ങനെ ജാടിട്ടിട്ടോ അങ്ങനെ ആയിട്ട് നമുക്കറിയില്ല.
നമ്മളൊരു പടം ചെയ്ത് നമുക്ക് വേറെ ഇതിന് മുമ്പിൽ നമുക്ക് ആരും സഹായിക്കണ്ടായില്ല. നമ്മുടെ കഴിവോടെ നമ്മൾ വന്ന് പടം ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അടുത്തൊരു ചിത്രം ചെയ്യുമ്പോഴും കുടുംബ പശ്ചാത്തലത്തിലുള്ള ചിത്രമാണ് അല്ല, ഉദ്ദേശിച്ചത്? ഇപ്പം ഞാൻ ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണ എല്ലാവരും ഇപ്പോൾ വിളിച്ചു കൊണ്ടത് ഇപ്പം ഇത് ചെയ്ത് ഇനി അടുത്തത് നമുക്ക് ഈ യുവാക്കളുടെ ഈ ഇതിൽ നമ്മൾ എൻ്റെ സിനിമയിൽ കാണിച്ചപ്പോൾ നമുക്കൊന്ന് യൂത്ത് കോമഡി സിനിമ ചെയ്യണമെന്ന് പണ്ടിട്ട് നിൽക്കുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഒരു സബ്ജക്റ്റ് വേറെ ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പോളറിൻ്റെ കൂടി ചെയ്തത്. അപ്പോൾ അത് ചെയ്യാം എന്നുള്ളൊരു രീതി വന്ന് നിൽക്കുന്നുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കോമഡി, പക്ക കോമഡിയും ഞങ്ങളുടെ നാട് അങ്ങനെ ഒരു 4 പേര് ചെറുപ്പക്കാരുടെ അതിൽ ചെറുതായിട്ടൊരു നന്മ വന്നിട്ടുണ്ട്. അതിങ്ങനെ കോമഡി കൂടെ അവസാനം ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട് ആ സ്ക്രിപ്റ്റിൽ. ഫുള്ള് കോമഡിന് അത് ചെയ്യുന്നത്, അത് യുവാക്കളെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്തു, അടുത്തത് യുവാക്കളെ വെച്ചിട്ട്. അടുത്ത വർക്ക് ആയിട്ടുണ്ടോ താങ്കൾക്ക്? അടുത്ത 1-2 പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇനിവേ ഏതായാലും പോളേൻ്റെ വീട് എന്ന ചിത്രം ക്രിസ്മസ് നാളിൽ തിയേറ്ററുകളിലുണ്ട്. ഒരു നല്ലൊരു കുടുംബ ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു. നിങ്ങളിവിടെ വന്ന് ഇന്ന സിനിമയിൽ പങ്കുകൊണ്ടു, വളരെയധികം നന്ദിയുണ്ട്. ചിത്രം ഒരു എന്താ പറയുക, ഇനിയും കാണാത്ത പ്രേക്ഷകർ തിയേറ്ററിൽ ചെന്ന് കാണട്ടെ അല്ലേ, അതിലേക്ക് എത്തട്ടെ ആ മെസ്സേജ്. എല്ലാവിധ ഭാവങ്ങളും ചിത്രത്തിനും അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പടം ക്രിസ്മസ് ആയിട്ട് എല്ലാവരും കാണണം, അതേപോലെ തന്നെ വിജയിപ്പിക്കണം. ഞാൻ ആദ്യമായിട്ട് വന്നൊരാളിന് നന്നായി പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഈ കേരള വിഷൻ്റെ എല്ലാവർക്കും, ടെക്നീഷ്യന്മാർക്കും, അതേപോലെ നമ്മുടെ ഷിജിൻ ഞങ്ങളിവിടെ എത്തിയ ഷിജിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ കേരള വിഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകളും അതേപോലെ ന്യൂ ഇയർ ആശംസകളും അന്ന്. പോളേട്ടൻ്റെ വീട് എന്ന ഒരു നന്മ നിറഞ്ഞ സിനിമ എല്ലാ പ്രേക്ഷകരും കാണണം, ഞങ്ങളെയൊക്കെ വിലയിരുത്തി അഭിപ്രായം പറയണം. അതോടൊപ്പം നിങ്ങൾക്ക് പ്രേക്ഷകർക്കും, കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസ.